ഡി കാസ ഹോംസിന്റെ ലേറ്റസ്റ്റ് പ്രൊജക്റ്റ് വല്ലത്താണ്, കാലിന്റെ അടുത്തുള്ള വല്ലം. ഷിജോ ജോന അവർ കാനഡയിൽ സെറ്റിൽഡ് ആണ്. ഇവര് വീട് പണിയണേക്കാളും ഒരു കല്ലിടണേക്കാളും മുന്നായിട്ട് ഒരു 3 മാസം മുന്നേ ഞങ്ങൾ ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഡിസൈനിങ്ങും പ്ലാനിങ്ങും നമ്മൾ ഓൺലൈനിൽ വാട്സപ്പ് വഴിയാണെന്ന്. ആക്ച്വലി ഷിജോനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണത് തന്നെ ഈ ബ്ലെസ്സിങ് കല്ലിടണ ചടങ്ങിലാണ് ആളെ മീറ്റ് ചെയ്യണത്, പേഴ്സണലി മീറ്റ് ചെയ്യണത്. ഞങ്ങൾ ഓൺലൈനിൽ ഒരു 4-5 പ്രാവശ്യം മീറ്റ് ചെയ്ത് ആണ് വീടിന്റെ പ്ലാനിങ്ങും ഡിസൈനിങ് ചെയ്തത്. ഷിജോനും ഫാമിലിക്ക് കൃത്യമായിട്ട് വീടിനെ കുറിച്ച് ഇങ്ങനെ ആവശ്യങ്ങൾ റിക്വയർമെന്റ്സ് കറക്റ്റ് ഉണ്ടായിരുന്നു. ആൾക്ക് നല്ല സ്പേസ് ആയി വീട് വേണം. പിന്നെ അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസൈനിങ്ങും പ്ലാനിങ്ങും കൺസ്ട്രക്ഷനും നമുക്ക് ഉള്ളതുകൊണ്ട് അതും പുള്ളിക്ക് വലിയൊരു ഈസായിട്ട് അത് എപ്പോഴും പറയായിരുന്നു. കാരണം ഇപ്പൊ ഡിസൈനർ ഒന്നാണെങ്കിൽ കോൺട്രാക്ടർ വേറെ ആണെങ്കിൽ ബിൽഡർ വേറെ ആവുമ്പോൾ ആ ഒരു ഇപ്പൊ ഡികാസ ഹോംസിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ തുടങ്ങി അതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ എക്സിക്യൂഷൻ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ക്ലയന്റിനെ സംബന്ധിച്ച് ആ ഒരു ഈസ് എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചേട്ടൻ ഈ വീട് പണിയുമ്പോൾ ആക്ച്വലി 4 ബെഡ്റൂമിൻ്റെ ഒരു വീടാണ്. അതിനകത്തൊരു ഫാമിലി ലിവിംഗ് ഉണ്ട്, ഒരു ഫോർമൽ ലിവിംഗ് ഉണ്ട്, ഓപ്പൺ കിച്ചൺ, ഒരു പാഷിയോ, വീടിൻ്റെ അകത്തൊരു ഗാർഡൻ. എന്നാലും വീട് നമുക്കൊരു 3000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ നിർത്തിയത്. 3000 കാരണം ഭയങ്കര സ്പേസ് വലിപ്പം കൂട്ടിയിട്ട് അവർക്ക് മെയിൻ്റെനൻസിൻ്റെ പ്രോബ്ലം വരാതെ 3000 സ്ക്വയർ ഫീറ്റ് നിർത്തി. ഡികാസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഒരു ഐഡിയയും നമ്മൾക്ക് എന്താണ് വേണ്ടത് അത് അവരിൽ നിന്നൊരു നല്ലൊരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടി. പിന്നെ ഷിജോന്റെ വേറൊരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലുക്ക് ആൻഡ് ഫീൽഡ് ആ ഒരു വീട് 2 നില ആ ഒരു ഹൈറ്റില് എലിവേഷന്റെ സൈഡിൽ നിന്ന് കാണുമ്പോൾ ഒരു 2 നില വീടിന്റെ ഫീൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിംഗ് ഹൈറ്റ്സ് നമ്മൾ അതിന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പുറത്തുനിന്ന് കാണുമ്പോൾ 2 നില വീടിന്റെ ഫീലാണ് ചെയ്തേക്കണേ. ആദ്യം തൊട്ട് അവസാനം വരെ അവരൊരു നല്ലൊരു സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഭംഗിയുള്ളൊരു വീട് ചെയ്യാൻ പറ്റി.